ഹലോ എവരിവൺ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട എന്നാൽ പല ആളുകൾക്കും ഒത്തിരി സംശയങ്ങളുള്ള, ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടുള്ള, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഹീമോഫീലിയ എന്ന ടോപ്പിക്ക് പരിചയമുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ പലരും ഇതെന്താണ് സംഭവം, പല ആളുകൾക്കും കുറച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ എന്തുകൊണ്ടുണ്ടാകുന്നു, ആർക്കാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് കുറേയേറെ സംശയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിൻ്റെ മാനേജ്മെന്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ആളിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ അവർക്ക് എന്തൊക്കെ മാനേജ്മെന്റ് ആണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് ആർക്കൊക്കെ ഉണ്ടാകാം, അങ്ങനെയുള്ള പല ഡൗട്ട്സും പല ആളുകൾക്കും ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും, ഇതൊരു ജനറ്റിക് ഡിസോർഡർ, അതായത് പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയിൽ ഒരാൾക്ക് ഉണ്ടെങ്കിൽ വേറൊരാൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ഡിസോർഡർ ആണ്. അപ്പൊ ഈ ജനറ്റിക് ഡിസോർഡേഴ്സിനെ പറ്റിയൊക്കെ പല ആളുകൾക്കും ഒത്തിരി സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ആർക്കുണ്ടാകാം, ആർക്കുണ്ടാകത്തില്ല, അതോ എല്ലാവർക്കും ഉണ്ടാകുമോ, അങ്ങനെയുള്ള കുറേയേറെ ചോദ്യങ്ങൾ നമുക്കെല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനെല്ലാം ഒരു മറുപടി ഈ വീഡിയോ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഹീമോഫീലിയ എന്ന് പറയുന്നത് ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്. ഇത് പ്രധാനമായിട്ടും നമ്മളുടെ ബ്ലഡ്, അതായത് ബ്ലഡ് ഫ്ലോയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് കണ്ടീഷൻ ആണ്. അല്ലെങ്കിൽ നമ്മൾ ജനറലി പറയും ഇതൊരു ബ്ലീഡിംഗ് ഡിസോർഡർ ആണ്. ഓക്കെ, ബ്ലീഡിംഗ് ഡിസോർഡർ ആണ്. പലതരത്തിലുള്ള ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഉണ്ട്. ബ്ലീഡിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദർ വിൽ ബി അബ്നോർമൽ ബ്ലീഡിംഗ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം, നമ്മളുടെ കയ്യിലോ കാലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരു മുറിവ് ഉണ്ടായാൽ സാധാരണഗതിയിൽ കുറച്ച് സമയം കഴിയുമ്പോൾ ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ ഈ ഹീമോഫീലിയ ഉള്ള ആളുകളിൽ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഈ ബ്ലീഡിങ് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്ലഡിലുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്, വിച്ച് ഹെൽപ്സ് ദ ബ്ലഡ് ടു ക്ലോട്ട്. ഓക്കെ, അപ്പൊ ആ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഈ പൊതുവെ ഈ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നത്. അതിനകത്ത് തന്നെ ഈ ഹീമോഫീലിയ വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ എല്ലാവരും തന്നെ അത്ര കോമൺ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ പോലും പല ആളുകളും കേട്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഡിസോർഡർ ആണ് ഹീമോഫീലിയ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഹീമോഫീലിയയെ പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനെ നമ്മൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിൽ, അതായത് ഹീമോഫീലിയ എ ആൻഡ് ഹീമോഫീലിയ ബി എന്നാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിന്റെ എങ്ങനെയാണ് ഈ ബ്ലഡ് ഡിസോർഡർ ഉണ്ടാകുന്നത്, ആ കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ പുറകെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഈ ഹീമോഫീലിയ എ, അതായത് നമ്മൾ അതിനെ പറയുന്ന ക്ലാസിക് ഹീമോഫീലിയ എന്ന് പറയും. അപ്പോൾ ആ പേരിനകത്തും തന്നെ നമുക്കറിയാം ഇതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ കുറച്ച് പ്രോമിനന്റ് ആയിട്ടുള്ള ഹീമോഫീലിയ എന്ന് പറയുന്നത് ഈ ഹീമോഫീലിയ എ ആണ്. അതുപോലെ തന്നെ ഹീമോഫീലിയ ബി ഉണ്ട്. ഹീമോഫീലിയ ബി എ നമ്മൾ പറയുന്നത് ക്രിസ്മസ് ഡിസീസ് എന്നൊക്കെ പറയും. പക്ഷെ ഇതിന് ക്രിസ്മസുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഫാക്ടർ, ദ ക്ലോട്ടിംഗ് ഫാക്ടർ വിച്ച് ഈസ് ഡെഫിഷ്യന്റ്, അതിനെ നമ്മൾ ക്രിസ്മസ് ഫാക്ടർ എന്നൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഇതിനെ ക്രിസ്മസ് ഡിസീസ് എന്ന പേരിൽ പറയുന്നത്. അപ്പൊ ഇവിടെ എന്തായാലും ക്ലിനിക്കൽ ഫീച്ചേഴ്സ് കുറച്ചും കൂടെ ലെസ് സിവിയർ ആണ്. അത്ര ഹീമോഫീലിയ എ പോലെ അത്ര സിവിയർ അല്ല. ഓക്കെ, ഇനി ഈ ഹീമോഫീലിയ എ ആൻഡ് ഹീമോഫീലിയ ബി, ഇതില് the main difference, hemophilia A occurs due to a deficiency of clotting factor 8. നമുക്കറിയാം ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, പല ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്, പല പേരുകളുണ്ട്. അതിനകത്ത് തന്നെ ചില ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ നമ്മൾ നമ്പർ ഇട്ടിട്ടാണ് പറയുന്നത്.
അപ്പൊ ആ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ പറ്റിയും അല്ലെങ്കിൽ ബ്ലഡിന്റെ ക്ലോട്ടിംഗ് മെക്കാനിസം ഒക്കെ ഒന്ന് നിങ്ങൾ പോയി വായിക്കണം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഈ ഹിമോഫീലിയ എ, അതായത് ക്ലാസിക് ഹീമോഫീലിയ ഉണ്ടാകുന്നത് ഡെഫിഷ്യൻസി ഓഫ് ക്ലോട്ടിംഗ് ഫാക്ടർ 8 കൊണ്ടാണ്. അതുപോലെ ക്രിസ്മസ് ഡിസീസ് അല്ലെങ്കിൽ ഹിമോഫീലിയ ബി ഉണ്ടാകുന്നത് ഒരു ക്രിസ്മസ് ഫാക്ടർ അല്ലെങ്കിൽ ഫാക്ടർ 9 ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഹിമോഫീലിയ എന്ന് പറയുന്ന ഒരു ബ്ലീഡിംഗ് ഡിസോർഡർ ആണ്. ബ്ലീഡിംഗ് ഡിസോർഡർ ഉണ്ടാകുന്നത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ക്ലോട്ടിംഗ് ഫാക്ടർ ഡെഫിഷ്യന്റ് ആകുന്നു. അപ്പൊ ക്ലോട്ടിംഗ് ഫാക്ടർ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ബ്ലഡ് ക്ലോട്ട് ആകത്തില്ല. ഓക്കെ, ബ്ലീഡിംഗ് വിൽ കണ്ടിന്യൂ. അപ്പൊ അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി നമ്മൾ എപ്പോഴും ഈ ഹീമോഫീലിയയെ പറ്റി പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇത്, എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ എന്നാണ് ഇതിനെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൽ 23 pairs ഓഫ് ക്രോമസോംസ് ആണ് ടോട്ടൽ ആയിട്ടുള്ളത്. 23 പെയർ, ഒരു പെയർ എന്ന് വെച്ചാൽ 2 ക്രോമസോം ഉണ്ടെന്ന് ഓർക്കുക. 23 പെയർ എന്ന് പറയുമ്പോൾ 23 + 23 46 ക്രോമസോംസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് 1 പെയർ, അതായത് ഈ 23 പെയർസിൽ 22 പെയർസിനെ നമ്മൾ പറയും ഓട്ടോസോംസ് അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോംസ് അല്ലെങ്കിൽ ബോഡിലി ക്രോമസോംസ് എന്ന് പറയും. അതായത് ഈ 22 പെയർസ് ഓഫ് ക്രോമസോംസ് ആണ് തീരുമാനിക്കുന്നത് ദാറ്റ് യു ആർ എ ഹ്യൂമൻ ബീയിങ്, നിങ്ങളൊരു മനുഷ്യൻ ആണ് എന്ന് തീരുമാനിക്കുന്നത് ഈ 22 പെയർസ് ഓഫ് ക്രോമസോംസ് ആണ്. ഇനി ഇതിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ അതിനെയാണ് നമ്മൾ ഓട്ടോസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറയും. ഓട്ടോസോമൽ. അപ്പോൾ ഈ ഓട്ടോസോംസ് എന്ന് പറയുന്നത് ഈ 22 ക്രോമസോംസ് ആണ്, 22 pairs ഓഫ് ക്രോമസോംസ് ആണ്. ഓക്കെ, ഇനി ഒരു റിമൈനിങ് 1 പെയർ ഓഫ് ക്രോമസോം ഉണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് സെക്സ് ക്രോമസോംസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ പലപ്പോഴും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ 22 + x അല്ലെങ്കിൽ 44 + XX, 44 + XY എന്നൊക്കെ ഇങ്ങനെയൊക്കെ കുറെ XX-ഉം XY ഒക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾക്ക് പല ആളുകൾക്കും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. പലപ്പോഴും ഞാൻ പഠിപ്പിക്കുന്ന പല സ്റ്റുഡൻസും ഇതെന്താണ്, ഇതെങ്ങനെയാ സംഭവിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആണ് എനിക്കറിയാം ഇത് കുറച്ച് ഒരു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഞാനിതിനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ കൂടെ നമുക്ക് ഈ എന്താണ് ഈ ഓട്ടോസോം അല്ലെങ്കിൽ എന്താണ് ഈ സെക്സ് ക്രോമസോം അല്ലെങ്കിൽ എന്താണ് ഈ എക്സ് ലിങ്ക്ഡ് ഡിസീസ് എന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ചുരുക്കത്തിലൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി there are 23 pairs of chromosomes in total in a human being. അതിനകത്ത് 22 pairs decide that you are a human being. ഓക്കെ, അവയെ നമ്മൾ പറയുന്ന പേരാണ് ഓട്ടോസോമൽ ക്രോമസോംസ് അല്ലെങ്കിൽ ഓട്ടോസോംസ് എന്ന് പറയും, അല്ലെങ്കിൽ ബോഡിലി ക്രോമസോംസ് എന്ന് പറയും, അല്ലെങ്കിൽ സൊമാറ്റിക്. സോമ എന്ന വാക്കിന്റെ അർത്ഥം ബോഡി എന്നാണ്. സൊമാറ്റിക് ക്രോമസോം, നമ്മളുടെ ഈ ഹ്യൂമൻ ബോഡി നമുക്ക് ഉണ്ടാകുന്നത് ഈ ഓട്ടോസോംസ് കൊണ്ടാണെന്ന് വേണേൽ പറയാം. ഇനി ഇതിനകത്ത് ഉണ്ടാകുന്ന ചില ഡെഫിഷ്യൻസി, ചില പ്രോബ്ലംസ്, ചില എക്സ്ട്രാ അഡീഷണൽ ക്രോമസോംസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് പല ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്. അത് പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട്. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഡൗൺ സിൻഡ്രോം ഉണ്ടാകുന്നത് ഈ ഓട്ടോസോം 21st ക്രോമസോമിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം കൊണ്ടാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് ഒക്കെ ഉണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതൊക്കെ ഒന്ന് വായിക്കാം കേട്ടോ. നല്ല ഈ ജനറ്റിക്സ് പൊതുവെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നതെങ്കിലും വൺസ് നമ്മളൊന്ന് വായിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇത് എവിടെ നിന്നാണ് ഈ നമ്മളുടെ ഓരോ സ്വഭാവങ്ങളും നമ്മളുടെ രീതികളും ഒക്കെ എങ്ങനെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ആസ് യു ഗ്രോ ഓൾഡർ, കുറച്ച് പ്രായമാകുമ്പോൾ നമ്മൾ കുറെ കൂടെ കൂടുതൽ നമ്മളുടെ പാരൻസിന്റെ രൂപവും ഭാവവും അവരുടെ നോട്ടവും നടപ്പും ചിരിയും ഒക്കെ എങ്ങനെ ഉണ്ടാകുന്നു, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ,
അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താണ് ഈ എക്സ് ലിങ്ക്ഡ്, അല്ലെങ്കിൽ എന്താണ് ഈ XX, അല്ലെങ്കിൽ എന്താണ് ഈ XY? ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ സെക്സ് ക്രോമസോംസ്, അതായത് XX ആൻഡ് XY, ഇതാണ് തീരുമാനിക്കുന്നത് വെദർ യു ആർ എ മാൻ ഓർ എ വുമൺ. ഓക്കെ, അപ്പൊ അതിനകത്ത് ഓർക്കുക ഈ XX, രണ്ട് X ക്രോമസോംസ് decide that you are a female. Okay, and if it is XY, it indicates that you are a man. Okay, അപ്പോൾ XX ക്രോമസോം ഒരു സ്ത്രീയെയും XY ക്രോമസോം ഒരു പുരുഷനെയും സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇനി ഈ എക്സ് ലിങ്ക്ഡ് എന്ന് പറഞ്ഞാൽ എക്സ് ക്രോമസോമുമായിട്ട് ലിങ്ക് ചെയ്ത് ആണ് ഈ ഡിസോർഡർ പാസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ പ്രോബ്ലം ഉള്ള ജീൻ അടങ്ങിയ എക്സ് ക്രോമസോം ആർക്കാണോ ഉള്ളത് ആ ആളിന് അതിൻ്റെ ഒരു ട്രെയ്റ്റ്, അതിൻ്റെ ഒരു സാധ്യത ഉണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെസസീവ് ഡിസോർഡർ. എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും അങ്ങ് ചാടി അങ്ങോട്ട് വരുന്നില്ല. ഇതൊരു റെസസീവ് എന്ന് വെച്ചാൽ കുറച്ച് പമ്മിയിരിക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അപ്പൊ ഈ എക്സ് ലിങ്ക്ഡ്, അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സ്ത്രീ ആണെങ്കിൽ സ്ത്രീക്ക് 2 X ഉണ്ട്, പുരുഷനും ഒരു Xും ഒരു Yയും ഉണ്ട്. അപ്പൊ ഈ എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീക്ക് 2 X ഉണ്ട്, അതിൽ ഒരു X അബ്നോർമൽ അല്ലെങ്കിൽ ഈ ഹിമോഫീലിയയുടെ ജീൻ അതിൽ ഉണ്ട്. പക്ഷെ മറ്റേ എക്സ് ക്രോമസോം നോർമൽ ക്രോമസോം ആണ് എന്നുണ്ടെങ്കിൽ ഈ ആള് ഈ ട്രെയ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആ ഒരു ക്യാരക്ടർ അവര് ക്യാരി ചെയ്യുന്നു. ഓക്കെ, പക്ഷെ മറ്റേ ഹെൽത്തി എക്സ് ക്രോമസോം ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ഈ അസുഖം പ്രസന്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പുറത്തേക്ക് പ്രത്യക്ഷപ്പെടുന്നില്ല. ഇത് റെസസീവ് ആയിട്ടിരിക്കുന്നു. ഓക്കെ, അതേസമയം ഈ പ്രോബ്ലം ഉള്ള ഒരു എക്സ് ക്രോമസോം ഉള്ള ഒരു മാൻ, ആ ആളിന് ഈ ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ, ഇത് Y ക്രോമസോമാണ്. അപ്പോ ഈ എക്സിന്റെ ക്യാരക്ടർ പുറത്തേക്ക് പ്രത്യക്ഷപ്പെടും. അതായത് ഫീമെയിൽസിൽ അവര് ആ ട്രെയ്റ്റ് ക്യാരി ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് ഡിസീസ് പ്രസന്റ് ചെയ്യുന്നില്ല. അതേസമയം മെയിൽസിൽ ആ ജീൻ അവർ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ട്രെയ്റ്റ് അവർ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ, ആൻഡ് ദാറ്റ് പേഴ്സൺ വിൽ ബി അഫക്റ്റഡ്. അതായത് ഇത് ഫീമെയിൽസിൽ സാധാരണഗതിയിൽ, എപ്പോഴും അല്ല, സാധാരണഗതിയിൽ ഇത് പ്രസന്റ് ചെയ്യുന്നില്ല. പക്ഷേ മെയിൽസിൽ അങ്ങനെ ഒരു അഫക്റ്റഡ് എക്സ് ക്രോമസോം ഉണ്ടെങ്കിൽ ആ ആളിന് ആ അസുഖം ഉണ്ടായിരിക്കും. അപ്പോൾ ജനറലി സ്പീക്കിംഗ് നമ്മൾ പറയും ഇവിടെ എപ്പോഴും മെയിൽസ് ആർ അഫക്റ്റഡ്, മെയിൽസ് ആണ് അഫക്റ്റഡ് ആകുന്നത്. ഓക്കെ, പക്ഷേ ഇവര് ഫീമെയിൽസ് കാരിയർ ആയിട്ട്, എന്ന് വെച്ചാൽ അവർക്ക് അസുഖം അവർ പ്രസന്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് അടുത്ത തലമുറയിൽ ഇവര് കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ മെയിൽസ് തീർച്ചയായിട്ടും അവർക്ക് എക്സും വൈയും ഉണ്ട്. അപ്പൊ ഈ എക്സ് കിട്ടുന്ന മെയിലാണെങ്കിൽ ആ മെയിലിന് ഈ എക്സ് കിട്ടുന്നത് ഈ അപ്പന്റെ കയ്യിൽ നിന്ന് ഈ എക്സ് ഫീമെയിൽസിന് മാത്രമാണ് കിട്ടുന്നത്. കാരണം അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന എക്സ്, അമ്മയുടെ കയ്യിൽ എക്സ് മാത്രമേ ഉള്ളൂ, അപ്പന്റെ കയ്യിൽ എക്സും വൈയും ഉണ്ട്. അപ്പൊ അപ്പന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന എക്സ് അമ്മയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന എക്സും കൂടെ ചേർന്നാൽ ഉണ്ടാകുന്നത് ഒരു ഫീമെയിൽ ബേബിയാണ് ഉണ്ടാകുന്നത്. അപ്പന്റെ കയ്യിൽ നിന്നുള്ള വൈ മേടിച്ചാൽ അമ്മയുടെ കയ്യിൽ എക്സ് മാത്രമേ ഉള്ളൂ, ആ എക്സും കൂടെ മേടിച്ചാൽ അവിടെ ഒരു നോർമൽ ചൈൽഡ് ആകും ഉണ്ടാവുക. അതായത് അഫക്റ്റഡ് മെയിൽസ് ഒരിക്കലും ഒരു അഫക്റ്റഡ് മെയിൽ ബേബിയെ
ഉണ്ടാക്കുന്നില്ല. ഓക്കെ, പക്ഷെ അഫക്റ്റഡ് മെയിലിന്റെ ഫീമെയിൽ ചിൽഡ്രൻ will be carriers. ഓക്കെ, ഒരു അഫക്റ്റഡ് മെയിലിന്റെ എല്ലാ പെൺമക്കളും കാരിയേഴ്സ് ആയിരിക്കും. പക്ഷെ അവര് അഫക്റ്റഡ് ആകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇപ്പോ ആ പാരൻസിന്റെ പേരന്റ് എന്ന് വെച്ചാൽ ഒരു അഫക്റ്റഡ് ഫാദർ, ഓക്കെ, ആ അഫക്റ്റഡ് ഫാദറിന്റെ വൈഫ് ഒരു കാരിയർ ഫീമെയിൽ ആണെങ്കിൽ ഒരു അഫക്റ്റഡ് ഫീമെയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അഫക്റ്റഡ് മെയിലിന്റെ എക്സ് ക്രോമസോം ഈസ് അഫക്റ്റഡ്. ഓക്കെ, ഇനി ഈ കാരിയർ മദറിന്റെ ഒരു എക്സ് ക്രോമസോം ഈസ് അഫക്റ്റഡ്. ഓക്കെ, അപ്പോൾ ആ രണ്ട് എക്സ് ക്രോമസോമും കൂടിച്ചേർന്ന ഒരു ഫീമെയിൽ ബേബി ഉണ്ടായാൽ ആ ബേബിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു പോസിബിലിറ്റി മാത്രമാണ്. പോസിബിലിറ്റി. ഓക്കെ, അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രഗ്നൻസിയിലും ഈ 4 പോസിബിലിറ്റി ഉണ്ട്. 4 പോസിബിലിറ്റി ഓരോ പ്രഗ്നൻസിയിലും. അപ്പോൾ ഒരു നോർമൽ എക്സ് ക്രോമസോമും നോർമൽ വൈ ക്രോമസോമും കൂടെ ജോയിൻ ചെയ്ത് മെയിൽ ബേബീസ് ഉണ്ടാകുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അഫക്റ്റഡ് മെയിലിന്റെ എല്ലാ മക്കളും ആൺകുട്ടികളാണെങ്കിൽ അത് അടുത്ത തലമുറയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അവിടുന്ന് അപ്പന്റെ വൈ ക്രോമസോം മാത്രമേ എടുത്തിട്ടുള്ളൂ. അമ്മയുടെ 2 എക്സും നോർമൽ ആണെങ്കിൽ അടുത്ത തലമുറയിൽ ബേബീസിന് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ ഫീമെയിൽ ബേബി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഷീ വിൽ ബി എ കാരിയർ. ഓക്കെ, അത് വീണ്ടും ഒരു നോർമൽ ആളിനെയാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അവിടെ പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ, ഉറപ്പ് ഇല്ല. അല്ലെങ്കിൽ തീർച്ചയായിട്ടും മെയിൽ ബേബി അഫക്റ്റഡ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ കാരിയർ മദറിന് ഒരു നോർമൽ എക്സ് ക്രോമസോം ഉണ്ട്, അതുകൊണ്ട് തന്നെ. ഓക്കെ, ഇനി അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പോസിബിലിറ്റി. അപ്പൊ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ, ഈ ഹിമോഫീലിയ, അതില് males are affected, okay, and the males will transmit the disease to their female offspring, and the female offsprings will remain as carriers. Okay, and if female offspring, if she gives birth to a male baby, there is a possibility only. പോസിബിലിറ്റി ഉള്ളൂ. കാരണം ഈ ഫീമെയിലിന് ഒരു അഫക്റ്റഡ് എക്സ് ക്രോമസോമും ഒരു നോർമൽ എക്സ് ക്രോമസോമും ഉണ്ട്. അപ്പൊ ഈ നോർമൽ എക്സ് അപ്പൻ, അടുത്ത തലമുറയിലെ അപ്പൻ നോർമൽ ആയിട്ടുള്ള ഒരു മെയിൽ ആണെങ്കിൽ ആ ആളിന്റെ വൈ ക്രോമസോമും കൂടെ ചേർന്നാൽ അവിടെ ഒരു നോർമൽ ബേബി ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ഇതൊരു റെസസീവ് ട്രെയ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഒരുപോലെ പ്രസന്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇങ്ങനെയാണ് ഇത് അടുത്ത തലമുറയിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇഫ് യു ഐഡന്റിഫൈ എ ചൈൽഡ് ഫോർ എനിവൺ, എ മാൻ വിത്ത് ഹിമോഫീലിയ, നമ്മൾ അവരുടെ അപ്പന് അസുഖം കാണത്തില്ല. ഓക്കെ, അപ്പന് അസുഖം കാണത്തില്ല. നമ്മൾ പോകേണ്ടത് മെറ്റേണൽ സൈഡിലേക്കാണ് പോകേണ്ടത്. മെറ്റേണൽ, അമ്മയുടെ ആങ്ങളയ്ക്കോ അമ്മയുടെ അപ്പനോ ഇങ്ങനെ ഒരു ഡിസോർഡർ ഉണ്ടായിരുന്നോ എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റേണൽ സൈഡിൽ നിന്നാണ് ഈ ആൺമക്കൾ അഫക്റ്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ബ്ലീഡിങ് ഡിസോർഡർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ബ്ലീഡിങ് തന്നെ. പ്രത്യേകിച്ച് ഇപ്പോൾ പീഡിയാട്രിക്സിൽ പറയുകയാണെങ്കിൽ പിള്ളേര് തീരെ ചെറുപ്പത്തിൽ, അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇഞ്ചക്ഷനൊക്കെ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടി മുട്ടി വീഴോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പം ബ്ലീഡിങ് ടെൻഡൻസി അല്ലെങ്കിൽ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാതെ ഒക്കെ വന്നേക്കാം. അതുപോലെ
മെയിൽ ബേബീസിൽ നമ്മൾ സർക്കംസിഷനൊക്കെ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ അത് ഒരു മാൻഡേറ്ററി ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാതെ വന്നേക്കാം. പിന്നെ അതുപോലെ എവിടെയെങ്കിലുമൊക്കെ വീണാൽ, പ്രത്യേകിച്ച് കുറച്ച് ഇച്ചിരിയൊക്കെ വലുതായി ഓടിയൊക്കെ, അപ്പോൾ അവിടെ പലപ്പോഴും ഈ ജോയിൻസിലൊക്കെ ബ്ലീഡിങ് അങ്ങനെയുള്ള സാധ്യതകൾ, അതുപോലെ എവിടെയെങ്കിലും മൂക്ക് അടിച്ചൊക്കെ വീണ് കഴിഞ്ഞാൽ എപ്പിസ്റ്റാക്സിസ്, നോസ് ബ്ലീഡ്സ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത. പിന്നെ അതുപോലെ മുട്ട് ഒക്കെ ഇടിച്ചു കഴിഞ്ഞാൽ ജോയിന്റ് ബ്ലീഡിങ്, എസ്പെഷ്യലി മുട്ട് അല്ലേ, നമുക്കറിയാം പിള്ളേര് വീഴുമ്പോൾ സ്വാഭാവികമായിട്ട് മുട്ട് കുത്തിയാണ് വീഴുകയൊക്കെ ചെയ്യുന്നത്. ഇനി തലയടിച്ചു ഒക്കെ വീണാൽ അങ്ങനെ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകാം. അത് കുറെ കൂടെ സീരിയസ് പ്രോബ്ലംസിലേക്കൊക്കെ പോകും. മുട്ട് ഇടിച്ച് വീണാലും മുട്ടിന് ഉള്ളിൽ ജോയിന്റിനകത്ത് സ്വെല്ലിങ്ങും പെയിനും ഹെമറ്റോമ, ടെൻഡർനെസ്, ഹെമറ്റോമയൊക്കെ ഉണ്ടാകാം. ചിലപ്പം ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകാം. പിന്നെ അതുപോലെ പെട്ടെന്ന് മുറിവ് ഉണ്ടാകാനും ബ്ലീഡ് ചെയ്യാനും ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ബ്ലീഡിങ് ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോർമലാണ്. പക്ഷെ നമ്മൾ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് നമ്മൾ അസസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അപ്പോൾ നമുക്ക് അബ്നോർമാലിറ്റി കാണാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെസസീവ് ഡിസോർഡർ. എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും അങ്ങ് ചാടി അങ്ങോട്ട് വരുന്നില്ല. ഇതൊരു റെസസീവ് എന്ന് വെച്ചാൽ കുറച്ച് പമ്മിയിരിക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അപ്പൊ ഈ എക്സ് ലിങ്ക്ഡ്, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സ്ത്രീ ആണെങ്കിൽ സ്ത്രീക്ക് 2 എക്സ് ഉണ്ട്, പുരുഷനും ഒരു എക്സും ഒരു വൈയും ഉണ്ട്. അപ്പൊ ഈ എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീക്ക് 2 എക്സ് ഉണ്ട്. അതിൽ ഒരു എക്സ് അബ്നോർമൽ അല്ലെങ്കിൽ ഈ ഹിമോഫീലിയയുടെ ജീൻ അതിൽ ഉണ്ട്. പക്ഷെ മറ്റേ എക്സ് ക്രോമസോം നോർമൽ ക്രോമസോം ആണ് എന്നുണ്ടെങ്കിൽ ഇയാള് ഈ ട്രെയ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ആ ഒരു ക്യാരക്ടർ അവര് ക്യാരി ചെയ്യുന്നു. ഓക്കെ, പക്ഷെ മറ്റേ ഹെൽത്തി എക്സ് ക്രോമസോം ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ഈ അസുഖം പ്രസന്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പുറത്തേക്ക് പ്രത്യക്ഷപ്പെടുന്നില്ല. ഇത് റെസസീവ് ആയിട്ടിരിക്കുന്നു. ഓക്കെ, അതേസമയം ഈ പ്രോബ്ലം ഉള്ള ഒരു എക്സ് ക്രോമസോം ഉള്ള ഒരു മാൻ, ആ ആളിന് ഈ ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ, ഇത് വൈ ക്രോമസോമാണ്. അപ്പോ ഈ എക്സിന്റെ ക്യാരക്ടർ പുറത്തേക്ക് പ്രത്യക്ഷപ്പെടും. അതായത് ഫീമെയിൽസിൽ അവര് ആ ട്രെയ്റ്റ് ക്യാരി ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് ഡിസീസ് പ്രസന്റ് ചെയ്യുന്നില്ല. അതേസമയം മെയിൽസിൽ ആ ജീൻ അവർ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ട്രെയ്റ്റ് അവർ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ, ആൻഡ് ദാറ്റ് പേഴ്സൺ വിൽ ബി അഫക്റ്റഡ്. അതായത് ഇത് ഫീമെയിൽസിൽ സാധാരണഗതിയിൽ, എപ്പോഴും അല്ല, സാധാരണഗതിയിൽ ഇത് പ്രസന്റ് ചെയ്യുന്നില്ല. പക്ഷേ മെയിൽസിൽ അങ്ങനെ ഒരു അഫക്റ്റഡ് എക്സ് ക്രോമസോം ഉണ്ടെങ്കിൽ ആ ആളിന് ആ അസുഖം ഉണ്ടായിരിക്കും. അപ്പോൾ ജനറലി സ്പീക്കിംഗ് നമ്മൾ പറയും ഇവിടെ എപ്പോഴും മെയിൽസ് ആർ അഫക്റ്റഡ്, മെയിൽസ് ആണ് അഫക്റ്റഡ് ആകുന്നത്. ഓക്കെ, പക്ഷേ ഇവര് ഫീമെയിൽസ് കാരിയർ ആയിട്ട്, എന്ന് വെച്ചാൽ അവർക്ക് അസുഖം അവർ പ്രസന്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് അടുത്ത തലമുറയിൽ ഇവര് കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ മെയിൽസ് തീർച്ചയായിട്ടും അവർക്ക് എക്സും വൈയും ഉണ്ട്. അപ്പൊ ഈ എക്സ് കിട്ടുന്ന മെയിലാണെങ്കിൽ ആ മെയിലിന് ഈ എക്സ് കിട്ടുന്നത് ഈ അപ്പന്റെ കയ്യിൽ നിന്ന് ഈ എക്സ് ഫീമെയിൽസിന് മാത്രമാണ് കിട്ടുന്നത്. കാരണം അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന എക്സ്, അമ്മയുടെ കയ്യിൽ എക്സ് മാത്രമേ ഉള്ളൂ, അപ്പന്റെ കയ്യിൽ എക്സും വൈയും ഉണ്ട്. അപ്പൊ അപ്പന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന എക്സ് അമ്മയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന എക്സും കൂടെ ചേർന്നാൽ ഉണ്ടാകുന്നത് ഒരു ഫീമെയിൽ ബേബിയാണ് ഉണ്ടാകുന്നത്. അപ്പന്റെ കയ്യിൽ നിന്നുള്ള വൈ മേടിച്ചാൽ അമ്മയുടെ കയ്യിൽ എക്സ് മാത്രമേ ഉള്ളൂ, ആ എക്സും കൂടെ മേടിച്ചാൽ അവിടെ ഒരു നോർമൽ ചൈൽഡ് ആകും ഉണ്ടാവുക. അതായത് അഫക്റ്റഡ് മെയിൽസ് ഒരിക്കലും ഒരു അഫക്റ്റഡ്
മെയിൽ ബേബിയെ ഉണ്ടാക്കുന്നില്ല. ഓക്കെ, പക്ഷെ അഫക്റ്റഡ് മെയിലിന്റെ ഫീമെയിൽ ചിൽഡ്രൻ വിൽ ബി കാരിയേഴ്സ്. ഓക്കെ, ഒരു അഫക്റ്റഡ് മെയിലിന്റെ എല്ലാ പെൺമക്കളും കാരിയേഴ്സ് ആയിരിക്കും. പക്ഷെ അവര് അഫക്റ്റഡ് ആകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇപ്പോ ആ പാരൻസിന്റെ പേരന്റ് എന്ന് വെച്ചാൽ ഒരു അഫക്റ്റഡ് ഫാദർ, ഓക്കെ, ആ അഫക്റ്റഡ് ഫാദറിന്റെ വൈഫ് ഒരു കാരിയർ ഫീമെയിൽ ആണെങ്കിൽ ഒരു അഫക്റ്റഡ് ഫീമെയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അഫക്റ്റഡ് മെയിലിന്റെ എക്സ് ക്രോമസോം ഈസ് അഫക്റ്റഡ്. ഓക്കെ, ഇനി ഈ കാരിയർ മദറിന്റെ ഒരു എക്സ് ക്രോമസോം ഈസ് അഫക്റ്റഡ്. ഓക്കെ, അപ്പോൾ ആ രണ്ട് എക്സ് ക്രോമസോമും കൂടിച്ചേർന്ന ഒരു ഫീമെയിൽ ബേബി ഉണ്ടായാൽ ആ ബേബിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു പോസിബിലിറ്റി മാത്രമാണ്. പോസിബിലിറ്റി. ഓക്കെ, അപ്പോൾ കാരണം എന്താന്ന് വെച്ചാൽ ഓരോ പ്രഗ്നൻസിയിലും ഈ 4 പോസിബിലിറ്റി ഉണ്ട്. 4 പോസിബിലിറ്റി ഓരോ പ്രഗ്നൻസിയിലും. അപ്പോൾ ഒരു നോർമൽ എക്സ് ക്രോമസോമും നോർമൽ വൈ ക്രോമസോമും കൂടെ ജോയിൻ ചെയ്ത് മെയിൽ ബേബീസ് ഉണ്ടാകുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അഫക്റ്റഡ് മെയിലിന്റെ എല്ലാ മക്കളും ആൺകുട്ടികളാണെങ്കിൽ അത് അടുത്ത തലമുറയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അവിടുന്ന് അപ്പന്റെ വൈ ക്രോമസോം മാത്രമേ എടുത്തിട്ടുള്ളൂ. അമ്മയുടെ 2 എക്സും നോർമൽ ആണെങ്കിൽ അടുത്ത തലമുറയിൽ ബേബീസിന് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ ഫീമെയിൽ ബേബി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഷീ വിൽ ബി എ കാരിയർ. ഓക്കെ, അത് വീണ്ടും ഒരു നോർമൽ ആളിനെയാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അവിടെ പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ, ഉറപ്പ് ഇല്ല. അല്ലെങ്കിൽ തീർച്ചയായിട്ടും മെയിൽ ബേബി അഫക്റ്റഡ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ കാരിയർ മദറിന് ഒരു നോർമൽ എക്സ് ക്രോമസോം ഉണ്ട്, അതുകൊണ്ട് തന്നെ. ഓക്കെ, ഇനി അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പോസിബിലിറ്റി. അപ്പൊ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ, ഈ ഹിമോഫീലിയ, അതിൽ males are affected, okay, and the males will transmit the disease to their female offspring, and the female offsprings will remain as carriers. Okay, and ഈ female offspring, if she gives birth to a male baby, there is a possibility only. പോസിബിലിറ്റി ഉള്ളൂ. കാരണം ഈ ഫീമെയിലിന് ഒരു അഫക്റ്റഡ് എക്സ് ക്രോമസോമും ഒരു നോർമൽ എക്സ് ക്രോമസോമും ഉണ്ട്. അപ്പൊ ഈ നോർമൽ എക്സ് അപ്പൻ, അടുത്ത തലമുറയിലെ അപ്പൻ നോർമൽ ആയിട്ടുള്ള ഒരു മെയിൽ ആണെങ്കിൽ ആ ആളിന്റെ വൈ ക്രോമസോമും കൂടെ ചേർന്നാൽ അവിടെ ഒരു നോർമൽ ബേബി ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ഇതൊരു റെസസീവ് ട്രെയ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഒരുപോലെ പ്രസന്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇങ്ങനെയാണ് ഇത് അടുത്ത തലമുറയിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇഫ് യു ഐഡന്റിഫൈ എ ചൈൽഡ് ഫോർ എനിവൺ, എ മാൻ വിത്ത് ഹിമോഫീലിയ, നമ്മൾ അവരുടെ അപ്പന് അസുഖം കാണത്തില്ല. ഓക്കെ, അപ്പന് അസുഖം കാണത്തില്ല. നമ്മൾ പോകേണ്ടത് മെറ്റേണൽ സൈഡിലേക്കാണ് പോകേണ്ടത്. മെറ്റേണൽ, അമ്മയുടെ ആങ്ങളയ്ക്കോ അമ്മയുടെ അപ്പനോ ഇങ്ങനെ ഒരു ഡിസോർഡർ ഉണ്ടായിരുന്നോ എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റേണൽ സൈഡിൽ നിന്നാണ് ഈ ആൺമക്കൾ അഫക്റ്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ബ്ലീഡിങ് ഡിസോർഡർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ബ്ലീഡിങ് തന്നെ. പ്രത്യേകിച്ച് ഇപ്പോൾ പീഡിയാട്രിക്സിൽ പറയുകയാണെങ്കിൽ പിള്ളേര് തീരെ ചെറുപ്പത്തിൽ അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടി മുട്ടി വീഴോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പം ബ്ലീഡിങ് ടെൻഡൻസി അല്ലെങ്കിൽ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാതെ ഒക്കെ വന്നേക്കാം. അതുപോലെ
മെയിൽ ബേബീസിൽ നമ്മൾ സർക്കംസിഷനൊക്കെ ഡെവലപ്പ് കൺട്രീസിലൊക്കെ അത് ഒരു മാൻഡേറ്ററി ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാതെ വന്നേക്കാം. പിന്നെ അതുപോലെ എവിടെയെങ്കിലുമൊക്കെ വീണാൽ, പ്രത്യേകിച്ച് കുറച്ച് ഇച്ചിരിയൊക്കെ വലുതായി ഓടിയൊക്കെ, അപ്പോൾ അവിടെ പലപ്പോഴും ഈ ജോയിൻസിലൊക്കെ ബ്ലീഡിങ് അങ്ങനെയുള്ള സാധ്യതകൾ, അതുപോലെ എവിടെയെങ്കിലും മൂക്ക് അടിച്ചൊക്കെ വീണ് കഴിഞ്ഞാൽ എപ്പിസ്റ്റാക്സിസ്, നോസ് ബ്ലീഡ്സ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത. പിന്നെ അതുപോലെ മുട്ട് ഒക്കെ ഇടിച്ചു കഴിഞ്ഞാൽ ജോയിന്റ് ബ്ലീഡിങ്, എസ്പെഷ്യലി മുട്ട് അല്ലേ, നമ്മൾ നമുക്കറിയാം പിള്ളേർ വീഴുമ്പോൾ സ്വാഭാവികമായിട്ട് മുട്ട് കുത്തിയാണ് വീഴുകയൊക്കെ ചെയ്യുന്നത്. ഇനി തലയടിച്ചു ഒക്കെ വീണാൽ അങ്ങനെ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകും. അത് കുറെ കൂടെ സീരിയസ് പ്രോബ്ലംസിലേക്കൊക്കെ പോകും. മുട്ട് ഇടിച്ച് വീണാലും മുട്ടിന് ഉള്ളിൽ ജോയിന്റിനകത്ത് സ്വെല്ലിങ്ങും പെയിനും ഹെമറ്റോമ, ടെൻഡർനെസ്, ഹെമറ്റോമയൊക്കെ ഉണ്ടാകാം, ചിലപ്പം ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകാം. പിന്നെ അതുപോലെ പെട്ടെന്ന് മുറിവ് ഉണ്ടാകാനും ബ്ലീഡ് ചെയ്യാനും ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ബ്ലീഡിങ് ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോർമലാണ്. പക്ഷേ നമ്മൾ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് നമ്മൾ അസസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അപ്പോൾ നമുക്ക് അബ്നോർമാലിറ്റി കാണാൻ പറ്റും. ഓക്കെ, ഇനി പിന്നെ ഇതൊരു ജനറ്റിക് ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഉള്ളത് സിംറ്റമാറ്റിക് ആയിട്ടുള്ള മാനേജ്മെന്റ് ആണ്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ കൊച്ചു വീഴുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വൺസ് ഇത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി വീഴാതെ, ഇഞ്ചുറീസ് ഉണ്ടാകാതെ സൂക്ഷിക്കുക. പിന്നെ അതുപോലെ കോണ്ടാക്ട് സ്പോട്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ കൂട്ടിയിടിക്കാൻ സാധ്യതയുള്ള കളികൾ ഒക്കെ ഒന്നുകിൽ ഒഴിവാക്കുക, അതല്ലെങ്കിൽ നമ്മൾ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ്, ഇപ്പോൾ ചെറിയ പിള്ളേരോട് നമ്മൾ കളിക്കരുത്, ഓടരുത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾക്ക് ചെയ്യാവുന്ന എന്നാന്ന് വെച്ചാൽ നമുക്ക് പ്രൊട്ടക്റ്റീവ് ഡിവൈസസ്, ഹെൽമെറ്റും അതുപോലെ നീയും എൽബോയും ഒക്കെ കവറൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ നമ്മൾ ചെയ്യുന്നത് ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുക. നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വീഴോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ബ്ലീഡിങ് ഉള്ള സമയത്ത് നമ്മൾ ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് നമ്മൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ ഡെസ്മോപ്രസിൻ, വാസോപ്രസിൻ എന്ന് പറയുന്നത് മൈൽഡ് ഹിമോഫീലിയ ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബ്ലഡ് വെസൽ കോൺട്രാക്ട് ചെയ്യാനും ഒക്കെ സഹായിക്കാറുണ്ട്. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സിംറ്റമാറ്റിക് ആയിട്ട് ഇപ്പം വീഴുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജോയിന്റിൽ സ്വെല്ലിങ്, പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ റെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക, ഇമ്മൊബിലൈസ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മൾ കോൾഡ് ആപ്ലിക്കേഷൻസ്, നോ ഹോട്ട് ആപ്ലിക്കേഷൻ, ഓക്കെ, കോൾഡ് ഒക്കെ അപ്ലൈ ചെയ്യുന്നു. പിന്നെ അതുപോലെ നമ്മൾ അവരെ മോണിറ്റർ ചെയ്യുക. പ്രത്യേകിച്ച് തല ഒക്കെ ഹെഡ് ഇഞ്ചുറി ഒക്കെ ഉണ്ടാകാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ, ഇൻട്രാക്രൈനൽ ഹെമറേജ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഒക്കെ മോണിറ്റർ ചെയ്യുക. പിന്നെ അതുപോലെ എവിടുന്ന് വേണമെങ്കിലും ഈ ബ്ലീഡിങ് ഉണ്ടാകാം അല്ലെ, അപ്പൊ അങ്ങനെ ഹെമച്യൂറിയ അങ്ങനെയുള്ള സാധ്യതകൾ ഒക്കെയാണ് നമ്മൾ മെയിനായിട്ട് മോണിറ്റർ ചെയ്യേണ്ടത്. പിന്നെ ഫർദർ നമ്മൾ അവരുടെ പേരൻസിനെ, പിള്ളേരെ ആണെങ്കിൽ അവരുടെ പേരൻസിനെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള പോസിബിലിറ്റീസിനെ പറ്റി പറയുക. പിന്നെ അതുപോലെ നമുക്ക് പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം, ആസ് ഇറ്റ് ഇസ് എ ജനറ്റിക് ഡിസോർഡർ, ഇപ്പോൾ പല ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാകുമോ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ ജനറ്റിക് കൗൺസിലിംഗ് അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അതുപോലെ ജനറ്റിക് അസസ്മെന്റ്, ഇത് എവിടെ നിന്നാണ് വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനും, അപ്പോൾ അത് അറിഞ്ഞാലും നമുക്ക് ഇനി അടുത്ത തലമുറയിൽ എത്ര പേർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അപ്പോൾ ഇതിനെപ്പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ ഹിമോഫീലിയ എന്താണെന്ന്, ഹിമോഫീലിയയുടെ കാരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്സ്, കാരണങ്ങൾ, പിന്നെ അതുപോലെ ഈ എക്സ് ലിങ്ക്ഡ്, ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് സെക്സ് ക്രോമസോംസുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഈ എക്സ് ക്രോമസോം ആണ് ഇത് ക്യാരി ചെയ്യുന്നത്. വൈ ക്രോമസോം ഇവിടെ നിരപരാധിയാണ്. വൈ ക്രോമസോം ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഈ എക്സ് ക്രോമസോം മെയിൽസിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു എക്സ് ക്രോമസോമേ ഉള്ളൂ, അത് ഓൾറെഡി അഫക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആ അഫക്റ്റഡ് എക്സ് ക്രോമസോം ഉള്ള മെയിൽ വിൽ ബി അഫക്റ്റഡ്.
ഓക്കെ. അതേസമയം ഫീമെയിലിനെ സംബന്ധിച്ച് ഫീമെയിലിന് 2 X ക്രോമസോം ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒരെണ്ണം അഫക്റ്റഡ് ആണെങ്കിലും മറ്റേ ക്രോമസോം നോർമൽ ആയതുകൊണ്ട് ദേ വിൽ റിമെയിൻ ആസ് എ കാരിയർ. കാരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാരിയർ വിൽ ക്യാരി ദ ട്രേറ്റ് ബട്ട് ദേ ഡോണ്ട് പ്രസന്റ് വിത്ത് ദ കണ്ടീഷൻ. ഓക്കെ. അപ്പൊ നമ്മൾ പലയിടത്തും നമ്മൾ കാരിയർ, അപ്പൊ ഈ റെസസീവ് ഡിസോർഡേഴ്സിലാണ് ഈ കാരിയർ സ്റ്റേറ്റ് ഉള്ളത്. ഓക്കെ. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഡോമിനന്റ് ഡിസോർഡർ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഡോമിനന്റ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പൊ ഒരാളുടെ 2 X ക്രോമസോം ഉണ്ട്. ഇപ്പൊ X ലിങ്ക്ഡ് ഡോമിനന്റ് ഒരു ഡിസോർഡർ ആണെങ്കിൽ ആ ഒരു X ക്രോമസോം മാത്രമേ അഫക്റ്റഡ് ഉള്ളെങ്കിലും that person will have the disease. ഓക്കെ. ഈ ഡോമിനന്റ് ഡിസോർഡേഴ്സിൽ ഒരു കാരിയർ സ്റ്റേറ്റ് ഇല്ല. ഓക്കെ. ഇത് ഈ സെയിം സംഭവം തന്നെയാണ് ഓട്ടോസോമൽ ഡിസോർഡേഴ്സിലും സംഭവിക്കുന്നത്. അപ്പൊ അവിടെയും ഈ പറഞ്ഞതുപോലെ 2 ക്രോമസോം ഉണ്ട് എല്ലാവർക്കും. അതിനകത്ത് ഒരു ക്രോമസോം അഫക്റ്റഡ് ആണെങ്കിൽ, അപ്പൊ അത് റെസസീവ് ഡിസോർഡർ ആണെങ്കിൽ 2 ക്രോമസോം, രണ്ടിടത്തുനിന്നും വരുന്ന ക്രോമസോംസ് അഫക്റ്റഡ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അബ്നോർമൽ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ ആ ഡിസീസ് പ്രസന്റ് ചെയ്യത്തുള്ളൂ. അതല്ല ഒരു ക്രോമസോം മാത്രമേ അഫക്റ്റഡ് ഉള്ളൂ, മറ്റേ അപ്പന്റെ സൈഡിൽ നിന്ന് അല്ലെ അമ്മയുടെ സൈഡിൽ നിന്ന് ഒരിടത്തുനിന്ന് വന്നത് നോർമലും ഒരിടത്തുനിന്ന് വന്നത് അഫക്റ്റഡും ആണെങ്കിൽ ഡിസീസ് ഇല്ല. ദാറ്റ് പേഴ്സൺ വിൽ ബി എ കാരിയർ. ഓക്കെ. അത് മെയിൽ ആകാം ഫീമെയിൽ ആകാം. ഇനി ഡോമിനന്റ് ഡിസോർഡർ ആണെങ്കിൽ പക്ഷെ ഒരു സൈഡിൽ നിന്ന് മാത്രമേ കിട്ടിയുള്ളെങ്കിൽ പോലും ദാറ്റ് പേഴ്സൺ വിൽ ബി അഫക്റ്റഡ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ഡോമിനന്റ് ഡിസോർഡർ ആണെങ്കിൽ, ഞാൻ ഓട്ടോസോമലിന്റെ കാര്യമാണ് പറയുന്നത്, ഡോമിനന്റ് ഡിസോർഡർ ആണെങ്കിൽ നമ്മൾ പറയുന്നത് ഒരു പോസിബിലിറ്റി ഈസ് 50-50. അത് പോസിബിലിറ്റി ആണ്, പോസിബിലിറ്റി ഇൻ ഈച്ച് പ്രഗ്നൻസി. അപ്പൊ അവിടെയാണ് പലപ്പോഴും നമ്മൾക്ക് ഒരു ഡൗട്ട്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും തെറ്റിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ഒരു വിചാരം എന്ന് വെച്ചാൽ ഇപ്പൊ 50-50 എന്ന് വെച്ചാൽ ഒരാൾക്ക് 4 മക്കളുണ്ടെങ്കിൽ 2 പേർ അഫക്റ്റഡ് ആയിരിക്കും, 2 പേർ സേഫ് ആയിരിക്കും, അല്ലെങ്കിൽ നോർമൽ ആയിരിക്കും. അല്ലെങ്കിൽ 25% എന്ന് വെച്ചാൽ 4 മക്കളുണ്ടെങ്കിൽ അതിൽ ഒരാൾ അഫക്റ്റഡ്, ബാക്കി 3 പേരും സേഫ് ആയിരിക്കും. അങ്ങനെ അല്ല. ഓക്കെ. അത് ഈ ബോത്ത് ഡോമിനന്റ് ഡിസോർഡർ, റെസസീവ് ഡിസോർഡർ, ഈ 2 കാര്യത്തിലും ഓർക്കുക, ഓരോ പ്രഗ്നൻസിയിലും ഉള്ള പോസിബിലിറ്റിയാണ് ഈ 25% അല്ലെങ്കിൽ 50% എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ഹിമോഫീലിയയെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ആയിട്ട് ചേർക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിസോർഡേഴ്സിനെ പറ്റി അറിയേണ്ടതുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് അറിയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.